വലിയങ്ങാടിയിലെ ചുമരിലെ പഴക്കം പറയും കോഴിക്കോടിന്റെ വ്യാവസായിക ചരിത്രം. നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന വലിയങ്ങാടിക്ക് പറയാനുണ്ട് ബാക്കിയാവുന്ന ചില ചാക്കുനൂലുകളുടെ കഥ. 50-ലധികമുണ്ടായിരുന്ന കടകൾ ഇന്ന് 5-ലും താഴെ. വലിയങ്ങാടിയിലെ ഗന്നി സ്ട്രീറ്റിന്റെ കഥ കേൾക്കാം. ഞങ്ങൾക്ക് ഓരോ സ്ഥാപനത്തിന്റെ ആളുകളും കാലിച്ചാക്ക് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് കൊണ്ടുപോകും. നമ്മൾ പോയി നോക്കി വില കൊടുത്തിട്ട് എടുത്തുകൊണ്ടിരും. അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുവരും, ഒഴിഞ്ഞ കാലിച്ചാക്ക് എടുത്തു കൊണ്ടുവരും. പിന്നെ പല സൊസൈറ്റിൻ്റെയും ഒക്കെ ടണ്ടർ വക ചാക്ക് ഒഴിഞ്ഞ് ടണ്ടർ ലേലം പ്രകാരമൊക്കെ എടുത്തിട്ട് കൊണ്ടുവരും. അത് കാരണം സ്ഥിരം നമുക്ക് ഓരോ കസ്റ്റമർ വന്ന് ചോദിച്ചു കയറുമ്പോൾ എനിക്ക് അത് റിപ്പയർ ചെയ്യിച്ചിട്ട് കൊടുക്കുന്ന ഏർപ്പാടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പാക്കിങ് രംഗത്തൊക്കെ ഇപ്പോൾ വലിയ പുതിയ മൾട്ടി ലെവലിലുള്ള ചാക്കുകളൊക്കെ ഇറങ്ങല്ലോ, പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പഴയ ചാക്കിൻ്റെ വ്യാപാരം വളരെ മെല്ലനാണ് സൃഷ്ടിച്ചു പോവാണ്. നിലനിന്ന് കിട്ടാൽ മഹാഭാഗ്യം എന്ന് നിൽക്കാൻ പോകണം ഓരോ ദിവസവും. ഇത് ഗന്നി സ്ട്രീറ്റ് അതിൻ്റെ പേര് തന്നെ ഒക്കെ പോയി. 5 മണിയാകുമ്പോൾ പൂട്ടിയതാലും പോയി ഒന്നുമില്ല. ഇതൊരു 10-100 വർഷമെങ്കിലും ഉണ്ടാവും. നമ്മളെ മുലാളുടെ കട എന്ന് പറഞ്ഞാൽ മുലാളുടെ ഫാദർ കച്ചവടം ചെയ്താൽ പഞ്ചാര 100 കിലോ ചാക്ക് പഞ്ചാര വന്നാൽ അത് അകം മറിച്ചിട്ട് അട്ടി വെക്കും. രണ്ടാളും കൂടി കെട്ടിയാൽ 100 കെട്ടുന്ന 5000 ചാക്കായി. ആ 5000 ചാക്ക് ലോറിയിൽ കയറ്റി വിടും. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള പണി. ഞാനടയ്ക്ക് ഒരു 10-11 ആളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ചാക്കിൻ്റെ പണി പറ്റ പോയി. ചാക്കിൻ്റെ പണി എന്ന് വെച്ചാൽ നമ്മുടെ കയറ്റക്ക മേഖലയിൽ ഇപ്പോൾ പണ്ടൊക്കെ ചെനച്ചാക്ക് ഉണ്ടായതിനെ കൊണ്ട് ഒരുപാട് പണികളും ലാഭമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേരം വെളുത്ത് രാത്രി നേരം വെക്കുന്നവരെ എന്ന് പറഞ്ഞ മാതിരി പണിയായിരുന്നു. അന്ന് വളരെ വലിയൊരു കയറ്റക്ക മേഖല തന്നെയായിരുന്നു ഇവിടെ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്കും കൂടെ ഇറങ്ങിയോട് കൂടിയിട്ട് പറ്റ പണികൾ കംപ്ലീറ്റ് നമ്മളിവിടെ അസ്തമത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഈ മേഖല നിൽക്കുന്നത്. ഇനി ഒരു പുതിയ തലമുറ ഇതിലേക്ക് വരാനില്ല. അത് ജോലിക്കായാലും കച്ചവടത്തിനായാലും. ഇതിൻ്റെ ഈ പൊടിപടലങ്ങളൊക്കെ വളരെയധികം ആസ്തമ, അലർജി ഒക്കെ രോഗികളായിട്ട് ലാസ്റ്റ് മാറാണ് ഇതിൻ്റെ വ്യാപാരികളും ഇതിൻ്റെ തൊഴിലാളികളും. അപ്പോൾ ഒരു പുതിയ തലമുറ ഇതിലേക്ക് വരാത്ത അസ്തമിച്ചു പോകുന്ന ഒരു മേഖലയാണ് ഈ കാലിച്ചാക്ക് മേഖല. ഗന്നി സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മിക്ക ഗോഡൗണുകൾ, കാലിച്ചാക്കിൻ്റെ ഗോഡൗണുകളൊക്കെ അലുവൻ്റെ സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. അത് വലിയൊരു കച്ചവടത്തിൻ്റെ ഫാൾട്ടാണ്. അതിപ്പോൾ നമ്മൾ തൊഴിലാളികൾക്ക് അടക്കം ഒരുപാട് ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകാമെന്നല്ലാതെ വേറെ ഇതും കൊണ്ട് ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകാമെന്നല്ലാതെ ഒരു കാരലാപതിൽ ഉണ്ടാവില്ല. നമ്മളൊക്കെ ജീവിക്കാനുള്ള ഒരു പോരാട്ടം നടത്തുക. അതിൻ്റെ 10 രൂപ കിട്ടാൻ കുടുംബം നോക്കാൻ വളരെ അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഒരു കച്ചവടമായിട്ടൊന്ന് കണക്കാക്കും. എന്നാലും അൽഹംദുലില്ലാ ജീവിച്ചു പോകുന്ന ഒരു പരിപാടിയാണ്. കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇതിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയ ഘട്ടം, ഞങ്ങളെ മക്കളൊന്നും ഇതിലേക്ക് വരാൻ ക്ഷണിച്ചിട്ട് വരുന്നില്ല. ഞങ്ങളെ പണ്ട് കാലത്തുള്ള വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആ കാലഘട്ടത്തിൽ ഇതിലേക്ക് വന്ന് അങ്ങനെ എത്തപ്പെട്ട് നിലനിന്ന് പോകുന്നതാണ്. അങ്ങനെ വന്ന് വ്യാപാരിയായിട്ട് മാറിയാണ് ഞാൻ. അല്ലാതെ പുതിയ ആളുകളൊന്നും ഇതിൽ പൈസ മുടക്കിയിട്ട് കച്ചവടത്തിനും വരില്ല, തൊഴിലേക്കും വരില്ല. ആ ഒരവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഇത് പോകുന്നത്. നശിച്ചു പോകാന്നുള്ള ഇതിൽ നിന്ന് ഇനി പുനരുജ്ജീവനം ഉണ്ടാവും തോന്നുന്നില്ല. ഇത് ലാസ്റ്റ് ഘട്ടമാണ്, ലാസ്റ്റ് തലമുറയാണ്. ആണ് ഇതിൻ്റെ അവസ്ഥ.